അപ്പോൾ ഏതായാലും ആവേശം നിറഞ്ഞ 4 മത്സരങ്ങളിൽ ഉറ്റുനോക്കുന്നത് ഏതാണ്? ബ്രസീൽ മൊറോക്കോ മത്സരം തന്നെയാണ്. സൂപ്പർ താരം നെയ്മർ കളിക്കില്ലെന്ന് ഉറപ്പായിരിക്കുന്നു. നമ്മോടൊപ്പം വിനേഷ് കുഞ്ഞിരാമൻ കൂടി ചേരുകയാണ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. വിനേഷ്, ഒരു ബ്രസീൽ ആരാധകയാണ് ഞാൻ. ഏറെ ആവേശത്തോടെ ഇന്നലത്തെ മത്സരത്തെ നോക്കി കാണുന്നുണ്ട്. എന്തായിരിക്കും വരാൻ പോകുന്ന മത്സരത്തിൽ? നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണം. ഫൈനൽ ലൈനപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കണം. പക്ഷേ ബ്രസീൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഇല്ല, അതാണ് പ്രധാന പ്രശ്നം. പരിക്ക് ഒരു വിഷയം തന്നെയാണ്. ആഞ്ചലോട്ടിയുടെ വാക്കുകൾ വലിയ നിരാശയാണ് ആരാധകർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നെയ്മറിനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ ഒരു വെറും കളിക്കാരൻ മാത്രമല്ല എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത്. നെയ്മറിനെ ഇത്തവണ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീമിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നതാണ്. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം ലയണൽ മെസ്സി ഉണ്ട്, പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്. അങ്ങനെ അനുഭവ സമ്പത്തുള്ള ഒരുപാട് താരങ്ങളുണ്ട്, കെവിൻ ഡി ബ്രൂയിനെ പോലെയുള്ള താരങ്ങളുണ്ട്. അതുപോലെ ബ്രസീൽ നിരയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോലും, നെയ്മറിന്റെ സാന്നിധ്യം പോലും ടീമിന് ഒരു ആവേശമാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ആഞ്ചലോട്ടിക്കുള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ നെയ്മറിന്റെ കാലിനേറ്റ പരിക്ക് ഭേദമായിട്ടില്ല. മൊറോക്കോയ്ക്കെതിരായ മത്സരത്തിൽ ഏതായാലും നെയ്മർ കളിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. ഒരുപക്ഷെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങൾ മുഴുവൻ അതൊരു വലിയ കഷ്ടമായിരിക്കും. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഒന്നും നെയ്മറിനെ കാണാൻ പറ്റില്ല എന്നതാണ് ആശങ്ക. പക്ഷേ പ്ലേ ഓഫ് കഴിഞ്ഞ് എത്തുമ്പോഴേക്കും നെയ്മർ എത്തിയാൽ കുറച്ചുകൂടിയും ബ്രസീലിന് ഈ നെയ്മറിന്റെ കാര്യം ആലോചിക്കുമ്പോൾ 2014 ലോകകപ്പിലെ ആ സുനികയുടെ മുട്ടിടി കൊണ്ട് വീണ പിന്നീട് കേരളത്തിലേക്ക് അടക്കം ചികിത്സയിലേക്ക് വരുന്നുള്ള ആ ഒരു കഥകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് വന്നിരുന്നത് വരുന്നു നമ്മുടെ മലപ്പുറത്ത് നിന്ന് ചികിത്സയ്ക്ക് പോകുന്നേക്കുള്ള കഥകളൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ നെയ്മർ എന്നും പരിക്കിന്റെ പിടിയിലുള്ള അത്തരത്തിലുള്ള ഒരു കേളി ശൈലി തന്നെയാണ് നെയ്മറിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ അദ്ദേഹം അപകടകാരിയാണ്. ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയാണ്. നമുക്ക് നെയ്മറിനെ മാറ്റി നിർത്താം. ഇന്നത്തെ മത്സരത്തിലേക്ക് വരികയാണ്. ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടി വേറെയും താരങ്ങളുണ്ട്. യുവനിര അങ്ങ് നിരന്നു നിൽക്കുകയാണ്. വിനീഷ്യസ് ജൂനിയർ മാത്രം പോരെ എന്ന് ചോദിക്കുന്ന ആരാധകരുണ്ട്. നമുക്ക് ഏതായാലും ബ്രസീലിന്റെ ലൈനപ്പ് കൂടി ഒന്ന് നോക്കണം വിനീഷ്. നമ്മുടെ ഫൈസൽ ഹംസ കൂടി ചേരുന്നുണ്ട് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന്. ആരൊക്കെ ആയിരിക്കും ആദ്യ 11-ൽ മുന്നേറ്റത്തിൽ? നെയ്മറിന്റെ പകരക്കാരൻ ആരാകും? ഫൈസലും ഒരു ബ്രസീൽ ഫാനാണ്, മഞ്ഞപ്പടയുടെ പ്രതിനിധിയാണ് നമ്മുടെ സ്പോർട്സ് ഡെസ്കിലെ. ഫൈസൽ, എങ്ങനെയായിരിക്കും നെയ്മർ ഇല്ലാതെ ബ്രസീൽ ടീം ഇറങ്ങുമ്പോൾ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ? വിനിത, എല്ലാവരും ആകാംക്ഷയിലാണ്. ലോകം മുഴുവൻ എങ്ങനെയായിരിക്കും നെയ്മറില്ലാത്ത ഒരു ടീമിനെ കാർലോ ആഞ്ചലോട്ടി അണിയിച്ചൊരുക്കുക എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം, തന്ത്രങ്ങളുടെ ആശാനാണ് കാർലോ. ഡോൺ കാർലോ എന്നാണ് ആരാധകർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. സ്വാഭാവികമായും ആദ്യ ചോദ്യം തന്നെ എങ്ങനെയായിരിക്കും ബ്രസീലിന്റെ ആക്രമണം എന്നുള്ളതാണ്. അവിടെ നമുക്ക് കുഞ്ഞ ഉണ്ട് എന്നുള്ളതാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കുഞ്ഞയായിരിക്കും ആദ്യ 11-ൽ കളിക്കുക എന്നുള്ളതാണ്. പകരക്കാരനായി വരാൻ നമുക്ക് എൻട്രിക്കിനെ പോലുള്ള താരങ്ങളുണ്ട് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ റയാനെ പരീക്ഷിക്കാം, അല്ലെങ്കിൽ ടിയാഗോയെ പകരക്കാരനായി പരീക്ഷിക്കാം. മറ്റൊന്ന് വിനീഷ്യസ് ജൂനിയറിന്റെ സാന്നിധ്യമാണ്. വിനീഷ്യസ് ജൂനിയർ റയൽ മാഡ്രിഡിൽ ആഞ്ചലോട്ടിക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എങ്ങനെയായിരിക്കും ഇടത് വിങ്ങിൽ ആഞ്ചലോട്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. വലത് വിങ്ങിൽ റഫീനയുണ്ട്. ഒരു ഭാഗത്ത് റയൽ മാഡ്രിഡിന്റെ താരമാണെങ്കിൽ മറുഭാഗത്ത് ബാഴ്സലോണയുടെ താരമാണ്. ലാലിഗയിലെ ഏറ്റവും മികച്ച 2 വിങ്ങർമാർ എന്ന് പറയേണ്ടി വരും. എന്തായാലും നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു നെയ്മർ അവിടെ ഇല്ല എന്നുള്ള കാര്യം. അവിടെ ലുക്കാസ് പക്കറ്റയുണ്ട്. പക്കറ്റയ്ക്കായിരിക്കും ഇന്ന് ഒരു പ്ലേ മേക്കറുടെ റോൾ എന്തായാലും നൽകാൻ പോകുന്നത്. പക്കറ്റ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറുടെ റോളിൽ കളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെ എന്തായാലും മിഡ്ഫീൽഡിൽ ബ്രൂണോ ഗിമറാസ് ഉണ്ട്. നമുക്കറിയാം, പ്രീമിയർ ലീഗിൽ നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂകാസിലിന്റെ താരമാണ് ബ്രൂണോ. കസമീറോയുണ്ട്. ബ്രസീലുകാർ ജിൻ എന്ന് വിശേഷിപ്പിക്കുന്ന താരമാണ് കസമീറോ. പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ്. എങ്കിൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹത്തിന്റെ മിഡ്ഫീൽഡ് സ്കില്ലിനേക്കാൾ അദ്ദേഹം ഇപ്പോൾ പെർഫോം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് സ്കില്ലിൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ഇത്തവണ പ്രീമിയർ ലീഗിലെല്ലാം ഗോൾ അടിച്ചു കൂട്ടുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്ന 2 കാര്യങ്ങൾ അത് അവരുടെ വിങ് ഡിഫൻഡേഴ്സിന്റെ കാര്യത്തിലാണ്. എന്തായാലും നമുക്കറിയാം, വെസ്ലി അവസാന നിമിഷം പരിക്കേറ്റ് പുറത്താകുന്നു. എങ്കിൽ പോലും ഡാനിലോ ഉണ്ട്. 35 കഴിഞ്ഞെങ്കിലും അദ്ദേഹത്തിൽ പ്രതീക്ഷ വെക്കാമെന്ന് തോന്നുന്നു. മറുവശത്തുള്ളത് അലക്സാൻഡ്രോയാണ് ഒരു വിങ്ങിലുള്ളത്. ഗബ്രിയേൽ, അതോടൊപ്പം മാർക്കിനോസ്. ഈ 2 ഡിഫൻഡേഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം, ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ അല്പം മുമ്പാണ് കഴിഞ്ഞത്. ചാമ്പ്യൻസ് ലീഗിൽ 2 ടീമുകൾക്കായി ബൂട്ട് കെട്ടിയ താരമാണ് മാർക്കിനോസ്. PSG-യുടെ നിരയിലുണ്ടായിരുന്നു. ഗബ്രിയേൽ ആഴ്സണലിന്റെ നിരയിലുണ്ടായിരുന്നു. ഈ 2 താരങ്ങളിലും ബ്രസീലിന് ഏറെ പ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ്. എന്തായാലും അലിസൺ ബെക്കർ തന്നെയായിരിക്കും ഫസ്റ്റ് ചോയ്സ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എഡേഴ്സണൊക്കെ ഉണ്ടെങ്കിൽ പോലും അലിസനെ തന്നെയായിരിക്കും കോച്ച് പ്രതീക്ഷ അർപ്പിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ വിങ്ങിൽ തന്നെയാണ്. കാരണം ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ശക്തരായ എതിരാളികളാണ് മൊറോക്കോ. അവിടെയാണ് മൊറോക്കോയുടെ ആക്രമണത്തിന്റെ ഏറ്റവും തീവ്രതയുള്ള ഭാഗം. ബ്രാഹിം ഡയസിനെ പോലുള്ള താരമുണ്ട്, അഷ്റഫ് ഹക്കീമിയെ പോലുള്ള താരമുണ്ട്. ഈ വിങ്ങിലായിരിക്കും അവർ മുന്നേറുക എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും അലക്സാൻഡ്രോ ആ
അത് പ്രതിരോധിക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വിനീത. അതാണ് ഫൈസൽ പറഞ്ഞതുപോലെ മൊറോക്കോയെ അങ്ങനെ എഴുതി തള്ളാൻ പറ്റില്ല വിനേഷ്. തീർച്ചയായും ഒരുപാട് മൊറോക്കോ ഫാൻസ് കൂടി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫൻസ് ആണ് ആശങ്കയുണ്ടാക്കുന്നത്. മൊറോക്കോ ഏതായാലും തകർത്ത് കളിക്കും. അവരുടെ വിങ്ങിലൂടെയുള്ള ആക്രമണം ഈ പറഞ്ഞതുപോലെ തന്നെ അഷ്റഫ് ഹക്കീമി എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്തുള്ള ഏറ്റവും മികച്ച വിങ് ബാക്കുകളിൽ ഒരാൾ തന്നെയാണ്. പങ്ങളെ പ്രതിരോധിക്കാനും അതുപോലെ അതിവേഗത്തിൽ പന്ത് മുന്നിലേക്ക് എത്തിക്കാനും കൃത്യമായ പാസുകൾ നൽകാനും കഴിവുള്ള ഒരു താരമാണ് അഷ്റഫ് ഹക്കീമി. അഷ്റഫ് ഹക്കീമിയുടെ ആ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ എങ്ങനെ അലക്സാണ്ടറോ അടക്കമുള്ള താരങ്ങൾ പ്രതിരോധിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ കണ്ട് അറിയേണ്ടതുള്ളൂ. ഈ മൊറോക്കോ എന്നെ സംബന്ധിച്ചിടത്തോളം ലോക റാങ്കിങ്ങിൽ 7ാം സ്ഥാനക്കാരാണ്. 6ാം സ്ഥാനക്കാരാണ് ബ്രസീൽ, 7ാം സ്ഥാനക്കാരാണ് മൊറോക്കോ എന്ന് പറയുന്നത്. അപ്പോൾ എഴുതിത്തള്ളാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം ബ്രാഹിം ഡയസിനെ പോലെയുള്ള ഒരു താരം അവിടെയുണ്ട്. റയൽ മാഡ്രിഡിന്റെ താരമാണ്. അതിവേഗം മുന്നേറ്റത്തിൽ നല്ല നീക്കങ്ങൾ സംഘടിപ്പിക്കാൻ കെൽപ്പുള്ള താരമാണ്. ഒനാഹിയെ പോലെയുള്ള താരങ്ങൾ അവിടെയുണ്ട്. അമ്രബാത്ത്, ഇനി വേണമെങ്കിൽ അമ്രബാത്തിന് ഇറങ്ങാൻ കഴിയും. അതുപോലെ തന്നെ അവരുടെ യാസിം ബോനോ, കഴിഞ്ഞ ലോകകപ്പ് കണ്ട എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരായിരിക്കും യാസിം ബോനോ. ഈ പെനാൽറ്റി ഷൂട്ടൗട്ടുകളിലേക്ക് വരുമ്പോൾ ഒരു ഇരു കൈകളും വീശിക്കൊണ്ട് ശക്തമായ പ്രതിരോധ കാവലായി യാസിം ബോനോ ഉണ്ടായിരുന്നു. യാസിം ബോനോയുടെ വിശ്വസ്ത കരങ്ങൾ അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ മൊറോക്കോയെ ഒരിക്കലും എഴുതിത്തള്ളാൻ കഴിയില്ല. മറുവശത്ത് ബ്രസീലിൽ ശക്തമായ ഒരു പോരാട്ടം. ഏതായാലും ഉറക്കമൊഴിഞ്ഞ് 3:30 ബ്രസീലുകാരുടെ നടുക്ക് ഞാൻ ബ്രസീലിലെ കുപ്പായം ഇട്ട് ഒരു അർജന്റീനക്കാരൻ. തീർച്ചയായും. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം അത് തന്നെയായിരിക്കും. താങ്ക് യു. ഫൈസൽ ഹംസയും വിനേഷ് കുഞ്ഞിരാമനുമാണ് ചേർന്നത്. അപ്പോൾ ഈ ഫുട്ബോൾ ലോകകപ്പ് വരുമ്പോൾ വിനേഷ് എല്ലായിടത്തും ഫ്ലക്സ് ആണ്. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഉയരത്തിലേക്കായിരുന്നെങ്കിൽ ഇപ്പോഴിതാ പരന്ന് കിടക്കുകയാണ്. അടി 150, 160, 180 എന്നൊക്കെ പറഞ്ഞു പോവാണ്. നിലമ്പൂരിൽ 700 അടി എന്നൊക്കെ എത്തിയിരിക്കുന്നതെന്ന് തോന്നുന്നു.